നമസ്കാരം. വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കിഗയുടെ സ്റ്റേഷൻ 32 അനിശ്ചിതത്വം. അനിശ്ചിതത്വം ഉണ്ടാവാതെ നോക്കുക. നിങ്ങൾ ഒരു തീവണ്ടിയിൽ കയറി. എന്നാൽ അത് എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല എന്ന് കരുതുക. കണ്ണടച്ച് ഇങ്ങനെ ഒരു സന്ദർഭം മനസ്സിൽ കാണുക. നിങ്ങളുടെ മനസ്സിൽ എന്ത് വികാരമാണ് ഉണ്ടാകുന്നത്? ഈ അനിശ്ചിതത്വത്തിന്റെ മുഖത്ത് ആദ്യം തെളിഞ്ഞു വരുന്നത് ആകാംക്ഷയാവാം. എന്നാൽ ഇത് പതുക്കെ സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു ആരോഗ്യമുള്ള ഉത്സാഹമായി മാറും. മനുഷ്യരിൽ എപ്പോഴും ഇത്തരത്തിൽ സ്വാതന്ത്ര്യവും നിയന്ത്രണവും തമ്മിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അനിശ്ചിതത്വം വളരെയധികമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പിരിമുറുക്കമുണ്ടാവും. എന്നാൽ നിയന്ത്രണം അധികമാകുമ്പോൾ സ്വയം അടിച്ചമർത്തപ്പെട്ടതായി തോന്നുകയും എങ്ങനെയെങ്കിലും പതിവ് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. ആത്മസംതൃപ്തിക്ക് വേണ്ടി നിശ്ചിതത്വവും നിയന്ത്രണവും ഒരു സന്തുലിതാവസ്ഥയിൽ എത്തിക്കണം. എവിടെ എന്നതിനേക്കാൾ ആരുടെ കൂടെ എന്നതാണ് പ്രധാനം. മുൻകൂട്ടി പദ്ധതികൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ സാധ്യതകളെ നിയന്ത്രിക്കും. ഇത്തരത്തിലുള്ള യാത്രകൾ മുഷിപ്പനാവും. മാനസികമായും ശാരീരികമായും ഇത്തരം പദ്ധതികൾ ഏറ്റവും ആവേശമുള്ള അഭിനിവേശത്തെയും ഇല്ലാതാക്കും. എന്നാൽ അനിശ്ചിതത്വം എന്നും അത്ഭുതങ്ങൾ മാത്രം തരും. തന്നിഷ്ടമാവണം നിങ്ങളെ നയിക്കുന്നത്. അത് നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്താനും അതിനെ പരിശീലിക്കാനും സഹായിക്കും. ഒരു ചെറിയ മാറ്റത്തിനു വേണ്ടി യാത്രയ്ക്കൊരുങ്ങുകയാണെങ്കിൽ കാണാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കാതെ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രം നിശ്ചയിക്കുക. ദൈനംദിന ജീവിതത്തിൽ എന്ന പോലെ യാത്രയിലും സഹയാത്രികൾ പ്രധാനമാണ്. കൂടെയുള്ളവർ ഒന്നുകിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ നിങ്ങളെ അതിൽ നിന്നും മാറ്റി നിർത്തും. അതുകൊണ്ട് വിവേകത്തോടെ സഹയാത്രികരെ തിരഞ്ഞെടുക്കുക. സമാനമായി ചിന്തിക്കുന്നവരും തീരുമാനങ്ങൾ എടുക്കുന്നവരുമാവണം അവർ. പദ്ധതികൾക്കനുസരിച്ച് യാത്ര ചെയ്യുന്നത് കഥയറിഞ്ഞ് സിനിമ കാണുന്നത് പോലെയാണ്. അടുത്ത സീൻ എന്താണെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാം. സാഹസികതയും പുതുമയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അത് വേണമെന്ന് ആഗ്രഹവുമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ആദ്യത്തെ രാത്രിക്കുള്ള ഹോട്ടൽ മുറിയും ബുക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് തോന്നുന്ന പോലെ പോവുക. ഇക്കിഗായുമായുള്ള യാത്ര. നിങ്ങളുടെ യാത്ര അവിസ്മരണീയമാകണമെങ്കിൽ, നിങ്ങളുടെ പദ്ധതികൾക്ക് ഒരു പ്രോത്സാഹനമാകണമെങ്കിൽ അത്തരത്തിൽ ചില ലക്ഷ്യങ്ങൾ മനസ്സിൽ കരുതുക. അതിനായി നിങ്ങൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ കൗതുകകരമായി എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ജ്യോതിശാസ്ത്രത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഹവായിലേക്ക് ഒരു ടിക്കറ്റ് എടുത്ത് മോന കിയ നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കാൻ നിശ്ചയിക്കുക. നിങ്ങളുടെ സ്ഥലത്തിനടുത്ത് സൗകര്യമുള്ള മറ്റിടങ്ങൾ ഉണ്ടാവും. എങ്കിലും ഇതിന് പ്രാധാന്യം നൽകുക. നക്ഷത്ര ബംഗ്ലാവിലെ ആളുകളുമായി സംസാരിച്ചാൽ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ അഭിനിവേശം അനുസരിച്ചുള്ള യാത്രയ്ക്ക് വഴികാട്ടി പുസ്തകങ്ങൾ പറയുന്നതല്ല, ചില നിർദ്ദേശങ്ങൾ. നിങ്ങൾ യാത്ര ചെയ്യുവാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങളുടെ അഭിനിവേശമനുസരിച്ച് എന്തെല്ലാം പരിപാടികളാണ് നടക്കാൻ പോകുന്നത് എന്ന് ഇന്റർനെറ്റ് വഴി മുൻകൂട്ടി മനസ്സിലാക്കുക. നിങ്ങൾക്ക് നൃത്തം ഇഷ്ടമാണെങ്കിൽ ഏതെങ്കിലും നൃത്ത പരിപാടി അവിടെ ഉണ്ടാകുമോ? നാടകം ഇഷ്ടമാണെങ്കിൽ ഒരു നാടക പരിപാടിയുടെ ടിക്കറ്റ് വാങ്ങാൻ കഴിയുമോ? ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ അതിനുള്ള പരിശീലന കളരി അവിടെ ഉണ്ടോ എന്നെല്ലാം അന്വേഷിച്ച് വേണ്ടതുപോലെ ചെയ്യുക. ഒരു ലക്ഷ്യവുമില്ലാതെ നടക്കുക. ശ്രദ്ധയിൽ എന്ത് പെടുന്നുവോ അത് കാണുക. റോമിൽ പോയാൽ റോമാക്കാരനാവുക. ആളുകൾ ധാരാളമായി നടക്കുന്ന വഴിയിലൂടെ അവരുടെ ഒപ്പം പോവുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമോ കാര്യമോ ഒരു ചിന്ത, ഉത്സവം, ആഘോഷം കണ്ടെന്നു വരാം. ഹോട്ടലിലല്ല, മറിച്ച് ആരുടെയെങ്കിലും വീട്ടിൽ താമസിക്കുക. അത്തരത്തിലൊരു ഹോം സ്റ്റേ കണ്ടുപിടിക്കുക. ആദ്യത്തെ യാത്ര ടിക്കറ്റും ആദ്യത്തെ കിടക്കാനുള്ള സ്ഥലവും മാത്രം മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ബാക്കിയെല്ലാം വിധിക്ക് വിട്ടുകൊടുക്കുക. പോകുന്ന സ്ഥലത്ത് യോഗ, ചിത്രരചന, പാചകം എന്നിവ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ചേരുക. യാത്രക്കാർ സാധാരണയായി ഇത്തരം കാര്യങ്ങൾക്ക് വരാറില്ല. അതുകൊണ്ട് നാട്ടുകാരെയാവും അവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇത്തരത്തിൽ അലാസ്കയിലെ അങ്കറേജിൽ ഒരു യോഗ ക്ലാസ്സിൽ അവിടുത്തെ സാധാരണക്കാരെ കണ്ടുമുട്ടുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ഒരു അനുഭവമായിരിക്കും. കാര്യങ്ങൾ ഭംഗിയായി നടന്നില്ലെങ്കിൽ വിഷമിക്കരുത്, ആഘോഷിക്കുക. തിരിച്ചു വീട്ടിലെത്തി മറ്റുള്ളവരോട് പറയാനൊരു കഥയായി എന്ന് വിചാരിക്കുക. താങ്ക് യു.